വെൽക്കം ബാക്ക് ടു എജുപോൾ. എടാ മക്കളെ, നമുക്ക് ജോഗ്രഫിയിൽ ഇതും എന്തായാലും ഷുവർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് അല്ല. കുറച്ച് 2-3 മാർക്ക് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ? റെഡിയാണോ നിങ്ങളെ? എന്തായാലും ടോപ്പിക് പഠിച്ചു വെച്ചോളൂ, എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ടോപ്പിക്സ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല മക്കളെ. അപ്പൊ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. റെഡിയാണല്ലോ? നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. അപ്പൊ എനിക്ക് കണ്ടോട്ടെ അല്ലെ, എല്ലാവരും കാണട്ടെ വീഡിയോസ്. ഓക്കെ ആണല്ലോ? അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റിലൂടെ രേഖപ്പെടുത്തുക. ദെൻ നമ്മുടെ എജുപോട്ടെ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഓണം എക്സാമിന് ശേഷം. ഏതാണ്? ഫാസ്റ്റ് ട്രാക്ക് ന്യൂ ബാച്ച് ആണ്. ദെൻ ഓണം എക്സാം കഴിഞ്ഞു, ഇനി നമുക്ക് ഒരുപാട് എക്സാം വരാനുണ്ട്. ഏതൊക്കെയുണ്ട്? ദെൻ ക്രിസ്മസ് എക്സാം വരാനുണ്ട്, മോഡല്, പബ്ലിക്, ഒരുപാട് എക്സാമുകൾ വരാനുണ്ട്. നിങ്ങൾ റെഡി ആണല്ലോ? ഈ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഇനി ഒരുപാട് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പൊ റെഡി അല്ലേ? അപ്പൊ നമ്മൾ ഈ ഡിസംബർ ആകുമ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും തീർക്കുകയാണ്. പോർഷൻസ് സിലബസ് തീരുകയാണ്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ 4 മാസം കൊണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്ന് നിങ്ങൾ പെട്ടെന്ന് എജുപോർട്ടിൽ ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ അല്ലേ? യെസ്. അതുപോലെ നമ്മുടെ നോട്ട്സുകൾ എങ്ങനെ ലഭിക്കും? നമ്മുടെ എജുപോർട്ട് നമ്മുടെ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഈ ഗ്രൂപ്പ് വഴിയാണ് നമ്മൾ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വിത്ത് ആൻസേഴ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ അവിടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കമൻറ്റ് ബോക്സിലൂടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ലിങ്ക്. ദെൻ നോട്ട്സ് മാത്രമല്ല, PYQ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ചാപ്റ്റർ സമ്മറിയും അതുപോലെ എന്തും അവൈലബിൾ ആണ്. മൈക്രോ ബിറ്റ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ദെൻ നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത്. ഓക്കെ ആണല്ലോ? റെഡി അല്ലേ? ഓക്കെ. കണ്ടോ, ഇതുപോലെ ഫ്ലോ ചാർട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എങ്ങനെയാകും? 2 മാർക്കിന് പ്രതീക്ഷിക്കാം. ഇത് കണ്ടോ, ഇത് മാത്രമാണ് കേട്ടോ ക്വസ്റ്റ്യന്. ഇത് മാത്രമാണ് ക്വസ്റ്റ്യന്. ഇത് രണ്ടും എന്താണ്? ബ്ലാങ്ക് ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇവിടെ ആൻസർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എന്താണ് ബ്രാഞ്ചസ് ഓഫ് ജോഗ്രഫി ബേസ്ഡ് ഓൺ റീജിയണൽ അപ്രോച്ച്. അപ്പോൾ റീജിയണൽ അപ്രോച്ചിന് 4 ബ്രാഞ്ചസ് ആണുള്ളത്. ഏതൊക്കെയാണുള്ളത്? ഒന്ന് റീജിയണൽ ഡെവലപ്മെൻറ്റ്, റീജിയണൽ പ്ലാനിങ്, റീജിയണൽ അനാലിസിസ്, റീജിയണൽ സ്റ്റഡി. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 4 പഠിച്ചു വെക്കുക. ഇതുപോലെ നമുക്ക് ഫ്ലോ ചാർട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്റ്റഡി കണ്ടൻസ് ഓഫ് സർട്ടൻ ബ്രാഞ്ചസ് ഓഫ് ജോഗ്രഫി ആർ ഗിവൻ ബിലോ, ഐഡന്റിഫൈ ദം. ഇവിടെ എന്തുണ്ട്? ABCD ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ഏതുമായി ബന്ധപ്പെട്ട പഠനമാണെന്ന് നിങ്ങൾ പറയണം. എന്താണ്? നേച്ചർ, ഫോർമേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോയിൽസ്. എന്താണ്? മണ്ണിന്റെ സ്വഭാവം, രൂപീകരണം, വിതരണം. ഇത് ഏത് പഠനവുമായി ബന്ധപ്പെട്ടതാണ്? ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. ഏതാണ്? സോയിൽ ജോഗ്രഫി അല്ലേ? യെസ്. B എന്താണ്? സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ, വെതർ ആൻഡ് ക്ലൈമറ്റ്. അന്തരീക്ഷ ഘടന, ദിനാവസ്ഥ, കാലാവസ്ഥ. ഏതുമായി ബന്ധപ്പെട്ട പഠന? ഏതാണ് മക്കളെ? ക്ലൈമറ്റോളജി ആണല്ലോ. ഓക്കെ അല്ലേ? മറ്റൊന്നാണ്, അതുപോലെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമാനുവൽ കാന്റ് Laplace advocated that the Earth and the other planets were originated from a mass of cloud. Mention the basic difference between the hypothesis of Kant and ലാപ്ലേസ്. ഈ 2 വ്യക്തികൾ എന്ത് പറയുന്നുണ്ട്? ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും ഒരു കൂട്ടം മേഘങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന്. അപ്പൊ ഈ 2 ഇമാനുവൽ കാന്റിന്റെയും ലാപ്ലേസിന്റെയും ഈ വാദങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതണം. അപ്പൊ എന്താണ് ഇമാനുവൽ കാന്റ്? അദ്ദേഹം ഒരു ജർമ്മൻ തത്വശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം എന്താ പറഞ്ഞേ? സാവധാനം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നെബുല എന്ന ഒരു വാതക മേഘം ഗോളാകൃതിയിലുള്ള ഏതാനും വസ്തുക്കളുമായിട്ട് പൊട്ടിത്തെറിച്ചു എന്നാണ് ആര് പറയുന്നത്? ഇമാനുവൽ കാന്റ് പറയുന്നത്. ലാപ്ലേസ് എന്താ പറയുന്നത്? ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ആണ്. ഹാഡ് എ സിമിലർ തിയറി അബൌട്ട് ദി ഒറിജിൻ ഓഫ് ദി എർത്ത്.
അദ്ദേഹം എന്ത് പറയുന്നേ? അത് ഇമ്മാനുവൽ കാന്റ് പറഞ്ഞ പോലെയുള്ള സിമിലർ തിയറി അദ്ദേഹം പറയുന്നേ. ഇത് തിയറി ഇത് വിളിക്കുന്നത് ദിസ് തിയറി ഈസ് നോൺ ആസ് ദി നെബുലാർ ഹൈപ്പോതെസിസ്. ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, പഠിച്ചു വെച്ചോളൂ എന്താണ് നെബുലാർ സിദ്ധാന്തം കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഭൂമിയുടെ ഉൾഭാഗത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്ന സ്രോതസ്സുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവ എന്ത് ചെയ്യണം? പ്രത്യക്ഷ സ്രോതസ്സുകൾ എന്നും പരോക്ഷ സ്രോതസ്സുകൾ എന്നിങ്ങനെ വേർതിരിച്ചെടുക്കുക. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഡയറക്റ്റ് സോഴ്സുകൾ എന്നും ഇൻഡയറക്റ്റ് സോഴ്സുകൾ എന്നും കൊടുക്കണ്ടേ? എങ്ങനെ കൊടുക്കും കണ്ട ബ്രാക്കറ്റിൽ ഏതൊക്കെ ഓപ്ഷൻസ് ഉള്ളേ? ഒന്ന്, വോൾക്കാനിക് ഇറപ്ഷൻ ഇൻഡയറക്റ്റ് ആണോ അതോ ഡയറക്റ്റ് ആണോ? ഡയറക്റ്റ് സോഴ്സ് അല്ലേ? യെസ്. സീസ്മിക് ആക്ടിവിറ്റി ഏതാണ്? ഇൻഡയറക്റ്റ് ആണ്. മീറ്റോസ് ഗ്രാവിറ്റേഷൻ ഏതാണ്? ഇൻഡയറക്റ്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഇൻഡയറക്റ്റ് ആണ്. മൈനിങ് ഏരിയാസ് ഏതാണ്? ഡയറക്റ്റ് സോഴ്സുകളാണ്. അപ്പം എന്ത് ചെയ്യുക? ഇതുപോലെ ഓരോന്നും കൊടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് ഇതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ദ ബേസിക് ഓഫ് ഇറപ്ഷൻ. ദർ ആർ ദ 3 types of volcanoes which are there. പൊട്ടിത്തെറിയുടെ അടിസ്ഥാനത്തിൽ 3 തരം പർവ്വതങ്ങളുണ്ട്. അവ ഏതാണ് പർവ്വതങ്ങൾ? ഏതാണ് മക്കളെ? ഏതൊക്കെയാണ്? ഒന്ന്, ആക്റ്റീവ് വോൾക്കാനോസ് സജീവ അഗ്നിപർവ്വതങ്ങളും, അതുപോലെ ഡോർമെന്റ് വോൾക്കാനോസ് സുഷുപ്ത അഗ്നിപർവ്വതങ്ങൾ. തേർഡ് വൺ ഈസ് എക്സ്റ്റിക്റ്റ് വോൾക്കാനോസ് നിർജീവ അഗ്നിപർവ്വതങ്ങൾ. മനസ്സിലായല്ലോ ഏതൊക്കെയാന്നുള്ളത്? അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു വലിയ ചോദ്യമാണ് അല്ലെ, പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലുതായിട്ട് തോന്നും, സിമ്പിൾ ആണ്. എന്താണ്? ഭൂകമ്പങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ച ക്ലാസ്സിൽ നടക്കുകയാണ്. അപ്പോൾ ഭൂകമ്പങ്ങളുടെ വ്യാപ്തി അതുപോലെ അതിൻ്റെ തീവ്രതയെ കുറിച്ച് ഗോപാൽ വിവരിക്കുകയുണ്ടായി. അതുകൊണ്ട് ഭൂകമ്പത്തിൻ്റെ വ്യാപ്തിയും തീവ്രതയും അളക്കുന്ന തോത് ഏതൊക്കെയാണ് എന്നാണ് നമ്മോട് ചോദിച്ചത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡും അതുപോലെ ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് കണ്ടുപിടിക്കണം. ഒന്ന് പറഞ്ഞ മക്കളെ, ഏതായിരിക്കും? ഒന്ന് ഗസ് ചെയ്യാം. എന്താണ്? ഭൂകമ്പങ്ങൾ നമുക്ക് 2 രീതിയിൽ അളക്കാൻ പറ്റും. ഒന്ന് ഏതാണ്? ഒന്ന് ബേസ്ഡ് ഓൺ മാഗ്നിറ്റ്യൂഡ് വ്യാപ്തിയുടെ അടിസ്ഥാനത്തിലും, മറ്റൊന്നോ ബേസ്ഡ് ഓൺ ഇൻറ്റൻസീവ് എന്താണ്? തീവ്രതയുടെ. നമുക്ക് ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നോക്കിയാലോ ഏതൊക്കെയാണെന്നുള്ളത്? ഏതൊക്കെയാണ്? മാഗ്നിറ്റ്യൂഡ് refers to the energy released during an earthquake. They measured using numbers 0 to 10. And this scale is known as the Richter scale. ഏതാണ്? റിക്ടർ സ്കെയിലാണ് ഭൂകമ്പത്തെ വ്യാപ്തിയുടെ നമ്മൾ ഏത് സ്കെയിലാണ് നോക്കുക? റിക്ടർ സ്കെയിലാണ് നമ്മൾ അളക്കുന്നത്. ഇത് ഏതാ സംഖ്യ? എങ്ങനെയാണ്? 0 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ചാണ് നമ്മളതിനെ റിക്ടർ നമ്മൾ അളക്കുന്നത്. ഓക്കെ ആണല്ലോ? then ഈ പേര് എങ്ങനെയാണ് വന്നത്? നെയ്മഡ് ആഫ്റ്റർ C.F. Richter, an American seismologist. The number 0 to 10 represent the strength of the earthquake. ഓക്കെ ആണല്ലോ? അപ്പോൾ റിക്ടറിന്റെ പേരിൽ നിന്നുമാണ് ആ റിക്ടർ സ്കെയിൽ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. മറ്റൊന്നാണ് എന്ത്? ഇന്റൻസിറ്റി സ്കെയിൽ. എന്താണ്? തീവ്രതയുടെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഭൂകമ്പത്തെ അളക്കുന്നത്? ഏതുമായി ബന്ധപ്പെട്ടാണ്? മെർക്കല്ലി സ്കെയിലാണ്. ഏതാണ്? ഭൂകമ്പത്തിന്റെ ഇന്റൻസിറ്റി നമ്മൾ അളക്കല് മെർക്കല്ലി സ്കെയിലാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ മെർക്കല്ലി എന്നുള്ള പേരും എവിടെ നിന്നാണ് വന്നിട്ടുണ്ടാവുക? ഇറ്റലിക്കാരനായ ഒരു ഭൂകമ്പ ശാസ്ത്രജ്ഞനായിരുന്നു ആര്? മെർക്കല്ലി. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ആ ഒരു ടേം വന്നിട്ടുള്ളത്. ഇതെന്താണ്? 2 മുതൽ 12 വരെയുള്ള
സംഖ്യകളിലൂടെയാണ് നമ്മൾ എന്ത് രേഖപ്പെടുത്തുന്നത്? ഭൂകമ്പത്തിന്റെ തീവ്രത നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതുപോലെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെച്ചോളൂ മക്കളെ, എന്തായാലും ചോദിക്കും. മറ്റൊരു ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിസെന്റർ ആൻഡ് സീസ്മിക് ഫോക്കസ്. അധികേന്ദ്രവും ഭൂകമ്പ നാഡിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. എന്തൊക്കെയാണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക? ഇതുപോലെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ചിത്രം നോക്കി വെക്കുക. ഈ ഇവിടെ കണ്ട റെഡ് മാർക്ക്, ഇതാണ് ഫോക്കസ്. നമ്മുടെ ഭൂമിക്കടിയിൽ ഭൂകമ്പ തരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് ഫോക്കസ്. എപ്പി സെൻറ്റർ കണ്ടോ? ഇവിടുന്ന് മുകളിൽ റെഡ് ഭാഗം, ഇതാണ് ഈ എപ്പി സെൻറ്റർ. ഇത് നമ്മൾ ഉപരിതലമാണ് ഈ കാണപ്പെടുന്നത്. ഇത് മൗണ്ടെയിൻസും റിവേഴ്സും കണ്ടല്ലോ. അപ്പോൾ ഈ ഉപരിതലത്തിൽ ഭൂകമ്പം സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പി സെൻറ്ററിലാണ്. പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ? ദെൻ മറ്റൊരു ചോദ്യമാണ് ദ 3 types ഓഫ് പ്ലേറ്റ് ബൗണ്ടറീസ്. 3 വിധത്തിലുള്ള ഫലകാർത്തികൾ, അതിർത്തികൾ ഏതൊക്കെയാണ്? ഒന്ന് ഡൈവേർജന്റ് ബൗണ്ടറീസ്, വിയോജക സീമകൾ. കൺവേർജന്റ് ബൗണ്ടറീസ്, സംയോജന സീമകൾ. ദെൻ ട്രാൻസ്ഫോം ബൗണ്ടറീസ്, രൂപാന്തര സീമകൾ. അപ്പോൾ ഇത് 3 പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 ടൈപ്സിൽ പ്ലേറ്റ്സുകൾ പഠിക്കാനുണ്ട്. മേജർ പ്ലേറ്റ്സും ഉണ്ട്, മൈനർ പ്ലേറ്റ്സും. വലിയ ഫലകങ്ങളുമുണ്ട്, ചെറിയ ഫലകങ്ങളുമുണ്ട്. അപ്പോൾ ഈ മാപ്പ് കണ്ട നിങ്ങൾ, ഇതിൽ നമ്മൾ എല്ലാ ഫലങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് 7 ഫലകങ്ങളാണത്. മേജർ പ്ലേറ്റ്സ് 7 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഒന്നാണ് നമ്മുടെ പസഫിക് പ്ലേറ്റ്. കണ്ടോ? ഇത്രയും ബൗണ്ടറീസ് ഏതിൽ വരുന്നുണ്ട്? നമ്മുടെ പസഫിക് പ്ലേറ്റിൽ ഉൾപ്പെടുന്നവയാണ്. ദെൻ മറ്റൊന്നാണ് ഏത് പറയുന്നത്? കണ്ടോ? ഇത്രയും ഭാഗങ്ങൾ ഏതിൽ വരുന്നുണ്ട്? ഇതാണ് സൗത്ത് അമേരിക്കൻ പ്ലേറ്റ് ആണ്. തെക്കേ അമേരിക്കൻ ഫലകമാണ്. ദെൻ മറ്റേതാണ് ഏത്? നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്. ഏതാണ്? വടക്ക് അമേരിക്കൻ ഫലകമാണ്. ഇത് 3 എണ്ണം കണ്ടു. 4ാമത്തെ ആളെ കണ്ടോ? ഏതാണ്? അന്റാർട്ടിക് പ്ലേറ്റ് ആണ്. ദെൻ ആഫ്രിക്കൻ പ്ലേറ്റ് ആണ്. ദെൻ ഇത്രയും വലിയൊരു പ്ലേറ്റ് ആണ് ഏത്? യൂറേഷ്യൻ പ്ലേറ്റ്. ഇത്രയും ഭാഗങ്ങളിൽ അത് ഫോക്കസ് ചെയ്യുന്നത്. മറ്റൊന്നാണ് ഏത്? ഇൻഡോ ഓസ്ട്രിയൻ പ്ലേറ്റ്. 1 2 3 4 5 6 7. ദെൻ 7 മേജർ പ്ലേറ്റ്സ് ആണ്. പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും. ഓക്കെ ആണല്ലോ? ദെൻ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മൈനർ പ്ലേറ്റ്സ്. ഏതൊക്കെയാണ്? ഒന്ന് വേണ്ടേ? എന്താണ്? കോക്കോസ് പ്ലേറ്റ്. ഞാൻ ഷേപ്പ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കോക്കോസ് പ്ലേറ്റ് ആണ്. ഇവിടെ കണ്ടോ? നാസ്ക പ്ലേറ്റ്. ഇതെന്താണ്? മൈനർ പ്ലേറ്റ്സ് ആണ്. ദെൻ സ്കോട്ടിയ പ്ലേറ്റ് കണ്ടല്ലോ. ഇതും എന്താണ്? മൈനർ പ്ലേറ്റ് ആണ്. അതുപോലെ ഇവിടെ കണ്ടോ നിങ്ങൾ, വളരെ പ്രധാനപ്പെട്ടതാണ് അറേബ്യൻ പ്ലേറ്റ്സ്. ഇത് നമ്മൾ ഇപ്പോൾ മേജർ പ്ലേറ്റ്സിൻ്റെ കൂടെ ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അറേബ്യൻ പ്ലേറ്റ്സും അതുപോലെ നാസ്ക പ്ലേറ്റിന് ഇടും എന്ന് ചോദിക്കും. ഇതിൽ ഉൾപ്പെടാത്തത് എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. മറ്റൊന്നാണ് ഇവിടെ നമുക്കുണ്ട് ഫിലിപ്പീൻസ് പ്ലേറ്റ്. കണ്ടോ? ഫിലിപ്പീൻസ് പ്ലേറ്റ് എന്താണ്? ചെറു ഫലകമാണ്. കരോലിയൻ പ്ലേറ്റ്സും എന്താണ്? ചെറിയ ഫലകമാണ്. ദെൻ ബിസ്മാർക്ക് പ്ലേറ്റും എന്താണ്? ചെറിയ ഫലകമാണ്. ദെൻ ഫിജി പ്ലേറ്റും എന്താണ്? ചെറിയ ഫലകമാണ്. അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? പഠിക്കുക. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്. ദെൻ മറ്റൊരു ചോദ്യമാണ് മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എന്താണ് ഇവിടെ? എന്താണ്? ജിയോമോർഫിക് ഏജൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 ഏജന്റ് ഉണ്ട്. ഒന്ന് റണ്ണിങ് വാട്ടറും മറ്റൊന്ന് ഗ്ലേഷ്യറുമാണ്. റണ്ണിങ് വാട്ടറിലൂടെ ഉണ്ടാകുന്ന ലാൻഡ് ഫോം ഏതാണ്? ഗ്ലേഷ്യറിലൂടെ ഉണ്ടാകുന്ന ഇറോഷണൽ ലാൻഡ് ഫോമുകൾ ഏതൊക്കെയാണ്? യു ഷേപ്പ്ഡ് വാലി, വി ഷേപ്പ്ഡ് വാലി. സിമ്പിൾ അല്ലേ? ഏതാണ്? റണ്ണിങ്
ഫ്ലോയിങ് വാട്ടറിലൂടെയാണ് ഏതുണ്ടാകുന്നത്, വി ഷേപ്പ്ഡ് വാലിയും അതുപോലെ ഗ്ലേഷ്യറിലൂടെയാണ് യു ഷേപ്പ്ഡ് വാലിയും ഉണ്ടാകുന്നത്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. ഓക്കെ ആണല്ലോ. ഇത് മറ്റൊരു ചോദ്യമാണ്. ഇതുപോലെ നമുക്ക് ചിത്രങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിവിടെ നമുക്ക് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. യെസ്, ഒരു 4 ചിത്രങ്ങളുണ്ട് കേട്ടോ. ഈ 4 ചിത്രങ്ങളിൽ എന്തുണ്ട്? എ നമ്മൾ കണ്ടെത്തണം, ബിയും അതുപോലെ സിയും ഡിയും നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. എ ബി സി എന്നീ ഭൂരൂപങ്ങളെ തിരിച്ചറിയുക. ഏതൊക്കെയാണ് ആ ഭൂരൂപങ്ങൾ? ഇത് 4 ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത്. പക്ഷെ നമുക്കിത് 5 വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക? ഇത് പഠിച്ചു വെക്കാം. എ എന്താണ്? ബെർക്കൻസ് അല്ലേ? ആണല്ലോ. ബി എന്താണ്? സീഫ് ആണ്. സി എന്താണ്? പാരാബോളിക് ആണ്. ദെൻ ഡി എന്താണ്? ട്രാൻസ്വേഴ്സ് ആണ്. അതുപോലെ ഇതും കൂടെ പഠിച്ചു വെച്ചോടെ. എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ലാൻഡ് ഫോംസുകൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ജിയോമോർഫിക് ഏജന്റ് ഏതാണ് മക്കൾ? ഒന്ന് പറഞ്ഞ ഏതാണ്? വിൻഡാണ്. ഓക്കെ ആണല്ലോ. വിൻഡാണ് അതിനെ സഹായിക്കുന്ന ജിയോമോർഫിക് ഏജന്റ്. ഇതുപോലെ നമുക്ക് ഗ്രൗണ്ട് വാട്ടറിൻ്റെ നമ്മുടെ കേവില്ലേ, ആ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ പഠിച്ചു വെക്കും കേട്ടോ. യെസ്, മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മാച്ച് ദ ഫോളോയിങ് ആണ്. എ എന്ത് ചെയ്യുക? എയിൽ നിന്ന് നമുക്ക് ബിയും സിയും കണ്ടെത്തണം. എ എന്താണ്? ഹിമാലയം, അതുപോലെ പെനിൻസുലർ പ്ലേറ്റും ഉണ്ട്, ഐലൻഡ്സും ഉണ്ട്. ഹിമാലയം നമുക്ക് ഇതിൽ ഏതാണ്? സെൻട്രൽ ഹൈലൻഡ് ആണോ, മിനിക്കോയി ആണോ, ഈസ്റ്റേൺ ഹില്ലാണോ? ഏതാണ്? ഈസ്റ്റേൺ ഹിൽ അല്ലേ? യെസ്, ഈസ്റ്റേൺ ഹില്ല് 11 ചാനൽ ആണോ, നാഗ ഹിൽസ് ആണോ, രാജ്മഹൽ ഹിൽസ് ആണോ? ഏതാണ്? നാഗ ഹിൽസ് ആണല്ലോ. യെസ്, ഇനി പെനിൻസുലർ പ്ലേറ്റു ഏതാകും? ഓഫ് കോഴ്സ് ഏതാണ്? സെൻട്രൽ ഹൈലാൻഡ് ആണ്. അതുപോലെ രാജ്മഹൽ ഹിൽസ് ആണ്. ഈ ലാസ്റ്റ് ഏതാണ്? നമ്മുടെ ഐലൻഡ്സ് ആണല്ലേ. മിനിക്കോയി ഏത് ഐലൻഡ് ആണ്? ലക്ഷദ്വീപ് ഐലൻഡ് ആണ്. വേർതിരിക്കുന്ന ഏത് ചാനലാണ്? 11 ചാനലാണ്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ. എന്തായാലും ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടേബിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഫ്ലോ ചാർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ നമുക്ക് ഈ നോട്ട്സ് എന്നൊക്കെ പറയുന്നത് എന്ത് ചെയ്യും? നമ്മുടെ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ലിങ്ക് കമൻറ്റ് ബോക്സിൽ താഴെ ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് ജോയിൻ ചെയ്യുക. മാത്രമല്ല നമ്മുടെ റിപ്പോർട്ട് ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഏതാ ന്യൂ ബാച്ച്? ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ആഫ്റ്റർ ഓണം എക്സാം ആണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. മാത്രമല്ല എന്ത് ചെയ്യുക? ഫുൾ മാർക്കോടെ പാസ്സാവണ്ടേ? വേണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? എന്നിട്ട് പഠിക്കണ്ടേ? അപ്പോൾ നമ്മൾ ഈ ന്യൂ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതുവരെ നിങ്ങൾ എജു പോർട്ടലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ദെൻ വെറും 499 രൂപയാണ് നമ്മൾ ഈടാക്കുന്നത്. പക്ഷേ നമ്മളോട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജോയിൻ നമ്പർ. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാകും ജോയിൻ ചെയ്യുവാനുള്ള. അപ്പോൾ എന്ത് ചെയ്യുക? സെറ്റാക്കണ്ടേ? കളറാക്കണ്ടേ? വരാൻ പോകുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാം, അതുപോലെ പബ്ലിക് എക്സാമുകളൊക്കെ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു പോകണ്ടേ? അപ്പോൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് ഇങ്ങോട്ട് കയറി പോയി മക്കളെ ജോയിൻ ചെയ്യട്ടോ. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? യെസ്, അപ്പോൾ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സുഖമാണ്, സിമ്പിളാണ്, കൂടുതലായിട്ടൊന്നും നമുക്ക് എഴുതാനില്ല. എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ച് അതങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒത്തിരി വീഡിയോ ആയിട്ട് ബൈ.